ഓം ശാന്തി 17-3-2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 12-12-1998. മുരളിയുടെ ടൈറ്റിലാണ് എന്റെ എന്ന ദേഹാഭിമാനം ഉപേക്ഷിച്ച് ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവടുകൾ വയ്ക്കൂ. ഇന്ന് ബാബ്ദാദ തന്റെ 4 ഭാഗത്തുമുള്ള ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രാഹ്മണൻ അർത്ഥം ബ്രഹ്മമുഖവംശാവലി. ഓരോ ബ്രാഹ്മണ ആത്മാവിന്റെ ഭാഗ്യത്തെ കണ്ട് ബാബ്ദാദയും സന്തുഷ്ടനാകുന്നു. ഓരോ ബ്രാഹ്മണ ആത്മാവിനും ജന്മനാ തന്നെ സ്വയം ബ്രഹ്മാവിലൂടെ മസ്തകത്തിൽ സ്മൃതിയുടെ തിലകം അണിയിച്ചിട്ടുണ്ട്. സ്വയം ഭഗവാനാണ് തിലകധാരിയാക്കി മാറ്റുന്നത്. കൂടെ തന്നെ ഓരോ ബ്രാഹ്മണ ആത്മാവിനും പവിത്രതയാകുന്ന മഹാമന്ത്രത്തിലൂടെ പ്രകാശത്തിന്റെ കിരീടം ധരിപ്പിക്കുന്നു. അതോടൊപ്പം ഓരോ ബ്രാഹ്മണ ആത്മാവിനെയും വിശ്വമംഗളകാരി ആത്മാവാക്കി ഉത്തരവാദിത്വത്തിന്റെ കിരീടം ധാരണ ചെയ്യിക്കുന്നു. ഇരട്ട കിരീടമാണ്. ഭഗവാൻ സ്വയം തന്റെ ഹൃദയ സിംഹാസനധാരിയാക്കി മാറ്റുകയും ചെയ്യുന്നു. അതിനാൽ ജന്മനാ തന്നെ തിലകം, കിരീടം, സിംഹാസനധാരിയായി മാറുന്നു. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭാഗ്യം മുഴുവൻ കൽപ്പത്തിലും മറ്റൊരാത്മാവിനും ഉണ്ടാവുകയില്ല. എങ്കിൽ ഞങ്ങൾ ബ്രാഹ്മണ ജന്മം എടുത്തപ്പോൾ തന്നെ ഇങ്ങനെ ഭാഗ്യവാനായി മാറുന്നു എന്ന ശ്രേഷ്ഠ സ്മൃതി ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ ബ്രാഹ്മണരുടെ അടയാളം ലോകർ ശ്രീകൃഷ്ണന്റെ രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണൻ വിശ്വരാജകുമാരനാണ്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ അടയാളമായ തിലകം, കിരീടം, സിംഹാസനം എന്നിവ നൽകുന്നത്. അദ്ദേഹത്തിന് ബാല്യകാലത്ത് തിലകം, കിരീടം, സിംഹാസനം ഇവ ലഭിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ബ്രാഹ്മണർക്ക് തിലകം, കിരീടം, സിംഹാസനം എന്നിവ 3 ലഭിക്കുന്നു. പരമാത്മാവായ അച്ഛനിലൂടെ ഈ 3 പ്രാപ്തികളും ഉണ്ടാവുക ഇത് ബ്രാഹ്മണരുടെ മാത്രം ഭാഗ്യത്തിലുള്ളതാണ്. അതിനാൽ ബാബ്ദാദ തന്റെ കുട്ടികളുടെ എത്ര വലിയ ഭാഗ്യ നക്ഷത്രമാണ് ഓരോരുത്തരുടെ മസ്തകത്തിലും തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭാഗ്യ നക്ഷത്രം നിങ്ങൾക്ക് സ്വയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? സദാ പ്രകാശിക്കുന്നതായി കാണുന്നോ? അതോ ഇടയ്ക്ക് നന്നായി പ്രകാശിക്കുന്നു, ഇടയ്ക്ക് നക്ഷത്രത്തിന്റെ തിളക്കം കുറഞ്ഞു പോകുന്നുണ്ടോ? ഈ ഭാഗ്യ നക്ഷത്രം വിചിത്രമായതാണ്. അതിനാൽ ബാബ്ദാദ നിങ്ങൾ കുട്ടികളെയെല്ലാം എപ്പോഴെല്ലാം കാണുന്നുവോ, കൂടിക്കാഴ്ച നടക്കുന്നുവോ, ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ നക്ഷത്രം തിളങ്ങുന്നത് കണ്ട് ഹർഷിതമാകുന്നു. നക്ഷത്രം തിളങ്ങി എന്തുകൊണ്ടാണ് തിളക്കം കുറയുന്നത്? അതിന്റെ കാരണം നിങ്ങൾ കുട്ടികൾക്ക് വളരെ നന്നായി അറിയാം. ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ ചാർട്ട് കണ്ട് ചിരിയും വരുന്നുണ്ട്. ആരോടെങ്കിലും ലക്ഷ്യമെന്താണ് എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരുടെയും ഉത്തരം ഒന്നായിരിക്കും, നമ്പർ 1 ആയി തീരണം, സൂര്യവംശി ആകണം. ചന്ദ്രവംശി രാജാവായ രാമനും സീതയും ആവാൻ പോലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ലക്ഷ്യം സൂര്യവംശി നമ്പർ 1 ആകണം എന്നാണെങ്കിൽ ഏതുപോലെ ലക്ഷ്യം അതുപോലെ ലക്ഷണവും സദാ സൂര്യവംശത്തിന്റേതായി കാണപ്പെടേണ്ടത് ആവശ്യമാണ്. കുട്ടികളുടെ ലക്ഷ്യം സൂര്യവംശത്തിന്റേതാണ്, അതായത് സദാ വിജയുടേതാണ്. നമ്പർ 1 സൂര്യവംശിയുടെ ലക്ഷണമാണ് സദാ വിജയി. സൂര്യന്റെ കലകൾ കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല, ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചന്ദ്രവംശിയുടേതുപോലെ കലകൾ കുറയുന്നില്ല. എങ്കിൽ സൂര്യവംശിയുടെ അടയാളമാണ് സദാ ഏകരസവും സദാ വിജയിയും. ചന്ദ്രവംശികളെ ക്ഷത്രിയൻ എന്നു പറയുന്നു.
ക്ഷത്രിയ ജീവിതത്തിൽ ഇടയ്ക്ക് വിജയവും ഇടയ്ക്ക് പരാജയവും ഉണ്ടാകുന്നു. ഇടയ്ക്ക് സഫലതാമൂർത്തി, ഇടയ്ക്ക് പരിശ്രമമൂർത്തി. യുദ്ധം ചെയ്യുക എന്നാൽ പരിശ്രമിക്കുക എന്നാണ്. ചന്ദ്രവംശിയുടെ കലകൾ ഏകരസമായിരിക്കില്ല. അതിനാൽ ലക്ഷ്യവും ലക്ഷണവും സമാനമാക്കൂ. ബാബ സമാനമാകുന്നതിന്റെ ലക്ഷ്യം വെച്ചതുപോലെ തന്നെ ഓരോ കുട്ടിയും ബാബയ്ക്ക് സമാനമാകണം എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ബാബ സദാ വിജയസ്വരൂപമാണ്. ഏകരസ അവസ്ഥ ഇല്ല എങ്കിൽ നമ്പർ 1 ആകുമോ? അതോ നമ്പർ ക്രമത്തിൽ വരുമോ? ഒന്ന് നമ്പർ 1, മറ്റേത് നമ്പർ ക്രമം. അതിനാൽ സ്വയത്തോട് ചോദിക്കൂ, നമ്പർ 1 ആണോ അതോ നമ്പർ ക്രമത്തിന്റെ ലിസ്റ്റിലാണോ എന്ന്. നമ്പർ 1 എന്നാൽ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുക. ബാബ് ദാദ സഹജമായ മാർഗമാണ് പറഞ്ഞു തരുന്നത്. അതായത് ഫോളോ ചെയ്യുന്നതിന് പരിശ്രമം കുറവാണ്. ബ്രഹ്മബാബയുടെ പാദം, അർത്ഥം ചുവട്, ഓരോ കാര്യത്തിലും പടികളാകുന്ന പാദങ്ങൾക്ക് അടയാളമാണ്. അതിനാൽ പാദങ്ങളിൽ പാദങ്ങൾ വെച്ച് നടക്കുക സഹജമാണ്. പുതിയ വഴി അന്വേഷിക്കേണ്ടതില്ല. പാദങ്ങളിൽ പാദം, അർത്ഥം ചുവടുകളിൽ ചുവട് വെക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും സംബന്ധ സമ്പർക്കത്തിൽ വന്ന് കർമ്മം ചെയ്യുകയാണെങ്കിലും ഓരോ കർമ്മം ചെയ്യുന്നതിന് മുമ്പും ചിന്തിക്കൂ, ഞാൻ ബ്രാഹ്മണാത്മാവ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ബ്രഹ്മബാബയ്ക്ക് സമാനമാണോ? ബ്രഹ്മബാബയുടെ സങ്കല്പം എന്തായിരിക്കും? എന്റെ സങ്കല്പവും അതുപോലെയാണോ? ഓരോ വാക്കും ബ്രഹ്മബാബയ്ക്ക് സമാനമാണോ? അങ്ങനെ അല്ലെങ്കിൽ അത് ചെയ്യരുത്, ചിന്തിക്കരുത്, സംസാരിക്കരുത്, ചെയ്യരുത്. ബ്രഹ്മബാബയുടെ ചുവട് ഒന്ന്, കുട്ടികളുടേത് വേറൊന്ന്. അങ്ങനെ ആകരുത്. അങ്ങനെയാണെങ്കിൽ എന്താണോ ലക്ഷ്യം, ബാബ് സമാനാകുന്നതിന്റെ ലക്ഷ്യസ്ഥാനം എങ്ങനെ പ്രാപ്തമാക്കും? ബ്രഹ്മബാബയുടെ ഓരോ ചുവടിനും സമാനം ചുവട് വെച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്വയം സഹജ പുരുഷാർത്ഥിയായി അനുഭവം ചെയ്യും. സദാ സമ്പൂർണതയുടെ ലക്ഷ്യസ്ഥാനം സമീപത്തെത്തിയ അനുഭവം ചെയ്യും. ബ്രഹ്മബാബയ്ക്ക് സമാനം, അർത്ഥം സമ്പൂർണതയുടെ ലക്ഷ്യസ്ഥാനത്തെത്തുക. എങ്കിൽ ബ്രഹ്മബാബ വതനത്തിൽ നിങ്ങൾ എല്ലാ കുട്ടികളെയും സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത ആകുന്നതിനായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മബാബയുടെ ആഹ്വാന ഗീതം അല്ലെങ്കിൽ മധുരമായ ആഹ്വാനം ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? വരൂ കുട്ടികളെ, മധുരമായ കുട്ടികളെ, വേഗം വേഗം വരൂ. ഈ ഗീതം അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നില്ലേ? ബ്രഹ്മബാബയുടെ ശബ്ദം കേട്ട് പിടിച്ചെടുക്കൂ. ബ്രഹ്മബാബ ഇങ്ങനെ പറയുന്നു, കുട്ടികളെ, 99 എന്ന വർഷത്തെക്കുറിച്ച് വളരെ ചിന്തിക്കുന്നു. എന്ത് സംഭവിക്കും? ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കില്ലേ? ഇത് സംഭവിക്കും. ഈ ചിന്തയിൽ വളരെയധികം കഴിയുന്നു. ഇങ്ങനെ സംഭവിക്കില്ല. ചിലപ്പോൾ ചിന്തിക്കുന്നു, ചിലപ്പോൾ ചിന്തിക്കുന്നില്ല. ഇത് സംഭവിക്കും, സംഭവിക്കും എന്ന ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ തന്റെ മാലാഖാസ്ഥിതിയുടെ സമ്പന്ന സമ്പൂർണ്ണ സ്ഥിതിയിൽ തീവ്രഗതിയിൽ മുന്നോട്ടു പോകുന്നതിന്റെ ശ്രേഷ്ഠ സങ്കല്പത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ കുറവാണ്. സംഭവിക്കും, എന്ത് സംഭവിക്കും, ഇത് സംഭവിക്കുക, അങ്ങനെ സംഭവിക്കുക എന്ന ഗീതമാണ് കൂടുതൽ പാടുന്നത്. എന്ത് സംഭവിക്കാം എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എന്ത് സംഭവിച്ചാലും അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന്റെ ലക്ഷ്യമാണോ അതോ ബ്രഹ്മബാബയ്ക്ക് സമാനം മാലാഖ ആകുന്നതിന്റെ ആണോ? അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തുവോ?
പ്രകൃതി തന്റെ മോശമായ ഏത് രൂപവും കാണിക്കും. നിങ്ങൾ ഫരിഷ്തയായി ബാബയ്ക്ക് സമാനം അവ്യക്ത രൂപധാരിയായി പ്രകൃതിയുടെ ഓരോ ദൃശ്യവും കാണുന്നതിന് തയ്യാറാണോ? പ്രകൃതിയുടെ ഇളക്കങ്ങളുടെ പ്രഭാവത്തിൽ നിന്ന് മുക്തമാകുന്ന ഫരിഷ്ത ആയോ? തന്റെ സ്ഥിതി തയ്യാറാക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണോ, അതോ എന്ത് സംഭവിക്കും എന്ന ചിന്തയിൽ മുഴുകിയിരിക്കുകയാണോ? എന്തെങ്കിലും പരിതസ്ഥിതി സമീപം വന്നാൽ നിങ്ങൾ പ്രകൃതിപതികൾ തന്റെ പ്രകൃതിപതിയുടെ സീറ്റിൽ സെറ്റായി ഇരിക്കുമോ, അതോ അപ്സെറ്റ് ആകുമോ? ഇതെന്ത് സംഭവിച്ചു, ഇങ്ങനെ ഉണ്ടായി, ഇത് സംഭവിച്ചു. ഈ ദൃഷ്ടിയിൽ വാർത്തകളിൽ ബിസിയാണോ, അതോ സമ്പന്നതയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് പ്രകൃതിയുടെ ഏത് ഇളക്കങ്ങളെയും നീങ്ങിപ്പോകുന്ന മേഘങ്ങൾക്ക് സമാനമായി അനുഭവം ചെയ്യുമോ? ബ്രഹ്മബാബ കുട്ടികളോട് ചോദിക്കുന്നു, എന്നെ പോലെ സദാകാലത്തേക്ക് ഫരിഷ്ത ആയോ? കാരണം നിങ്ങൾ കുട്ടികൾക്ക് വ്യക്തത്തിലിരുന്നും അവ്യക്തമായി തീരണം. നിങ്ങൾ പറയാറുണ്ട്, ബാബ അവ്യക്തമായി, അതുപോലെ ഞങ്ങളെയും അവ്യക്തമാക്കി മാറ്റില്ലേ? ബ്രഹ്മബാബ പറയുന്നു, ആദ്യം സ്വയത്തോട് ചോദിക്കൂ, വിശ്വമംഗളം ചെയ്യുന്ന ഉത്തരവാദിത്വത്തിന്റെ കിരീടം ബാബ അണിയിച്ചിട്ടുണ്ട്, അത് സമ്പന്നമാക്കിയോ? വിശ്വമംഗളകാരി വിശ്വമംഗളം സമ്പന്നമായോ? ബ്രഹ്മബാബ അവ്യക്തമായതിന് കാരണം ഇതാണ്. വിശ്വമംഗളകാര്യം കുട്ടികളെ ഏൽപ്പിച്ചു. ബന്ധനമുക്തമായി സേവനത്തിന്റെ വേഗത തീവ്രമാക്കുന്നതിന് നിമിത്തമാവുകയും വേണം. അതിന്റെ പ്രത്യക്ഷ സ്വരൂപം 4 ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. ദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും അവ്യക്ത ബ്രഹ്മബാബയിലൂടെ തീവ്രഗതി ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. സേവനത്തിൽ തീവ്രഗതിയുടെ ആധാരം ബ്രഹ്മബാബ തന്നെ ആകണമായിരുന്നു. എന്നാൽ രാജ്യാധികാരി ഒരു ബ്രഹ്മബാബയ്ക്ക് മാത്രമല്ല, കുട്ടികളും ആകണം. അതിനാലാണ് സാകാരത്തിൽ നിങ്ങൾ സാകാരി രൂപധാരി കുട്ടികളെ നിമിത്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അന്തിമത്തിൽ നിങ്ങൾ കുട്ടികൾക്കെല്ലാം വ്യക്തത്തിലിരുന്നും അവ്യക്ത ഫരിഷ്തയായി വിശ്വമംഗളത്തിന്റെ വേഗത തീവ്രമാക്കി സമാപ്തിയും സമ്പന്നവും ആവണം ചെയ്യുകയും വേണം. ബ്രഹ്മബാബ കുട്ടികളോട് ചോദിക്കുന്നു, 99 സമാപ്തി ഉണ്ടാകുമോ? പ്രകൃതി തയ്യാറായി നിൽക്കുന്നു, ഒന്ന് കൈയടിച്ചാൽ മതി. മാലാഖയെ പോലെ ഡബിൾ ലൈറ്റ് ആയോ? ഏറ്റവും കുറഞ്ഞത് 108 ഇങ്ങനെയുള്ള വിജയി ആയോ? ഏത് പ്രകാരത്തിലുള്ള വ്യർത്ഥം, നെഗറ്റീവ് സങ്കല്പം, സംസാരം അല്ലെങ്കിൽ കർമ്മം അർത്ഥം സംബന്ധ സമ്പർക്കത്തിൽ പാസായോ? വ്യർത്ഥം അല്ലെങ്കിൽ നെഗറ്റീവ് ഈ ഭാരം സദാകാല ഫരിഷ്തയാകാൻ അനുവദിക്കില്ല. അതിനാൽ ബ്രഹ്മബാബ ചോദിക്കുന്നു, ഈ ഭാരത്തിൽ നിന്നും ഭാരരഹിതമായ ഫരിഷ്തയായി മാറിയോ? സദാ എന്നതിന് അടിവരെ ഇടണം, കുറഞ്ഞത് 108 എങ്കിലും. അതിനാൽ സദാ ഫരിഷ്ത ജീവിതത്തിന്റെ അനുഭവം ചെയ്യൂ. അപ്പോൾ പറയാം, ബ്രഹ്മബാബയ്ക്ക് സമാനം. ബാബ ചോദിക്കുന്നു, കൈയടിക്കണ്ടേ? അതോ 2000 കൈയടിക്കുമോ? 2001 എപ്പോൾ കൈയടിക്കും? കൈയടിച്ചാൽ ആയിത്തീരുമോ? ഇങ്ങനെ ചിന്തിക്കുകയാണോ? എന്ത് ചിന്തിക്കുന്നു? കൈയടിച്ചാൽ ആ സമയമാകുമോ? എന്ത് സംഭവിക്കും? കൈയടിക്കാമോ? പറയൂ, തയ്യാറാണോ? പേപ്പർ എടുക്കട്ടെ? കുറച്ചു പേർ മാത്രം സമ്മതിക്കും. പേപ്പർ എടുക്കട്ടെ? ടീച്ചർമാർ പറയൂ, പേപ്പർ എടുക്കട്ടെ? എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. എങ്കിൽ തയ്യാറാണോ? മധുബനിലുള്ളവർക്ക് മധുബൻ ഉപേക്ഷിക്കേണ്ടി വരും. ജ്ഞാനസരോവരക്കാർക്ക് ജ്ഞാനസരോവരം, സെന്ററിലുള്ളവർക്ക് സെന്റർ,
വിദേശത്തുള്ളവർക്ക് വിദേശം എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. എങ്കിൽ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഒരു കൈകൊണ്ട് കൈയടിക്കൂ. എവർ റെഡിയാണോ? പേപ്പർ എടുക്കട്ടെ, നാളെ പ്രഖ്യാപിക്കട്ടെ. അവിടെ പോയാലും ഉപേക്ഷിക്കേണ്ട, അവിടെ പോയി കുറച്ച് ശരിയാക്കിയിട്ട് വരാം എന്നല്ല. എവിടെയാണോ അവിടെ. ഇങ്ങനെ എവർ റെഡിയാണോ? സ്വന്തം ജോലി സ്ഥലവുമില്ല, കട്ടിലുമില്ല, റൂമില്ല, അലമാരിയുമില്ല. ഇങ്ങനെ പറയരുത്, അല്പം കൂടി ജോലിയുണ്ട്, 2 ദിവസം കഴിഞ്ഞു വരാം. ഇല്ല, ഓർഡർ ചെയ്താൽ ഓർഡറാണ്. ആലോചിച്ച് ശരിയെന്ന് പറയൂ. ഇല്ലെങ്കിൽ നാളെ ഓർഡർ ഇടും, എവിടെ പോകണം പോകണ്ട എന്ന്. ഓർഡർ ഇടട്ടെ, തയ്യാറാണോ? അത്ര ധൈര്യത്തോടെ അല്ല ശരിയെന്ന് പറയുന്നത്. ഒരു ദിവസമെങ്കിലും ലഭിച്ചാൽ നല്ലതായിരുന്നു എന്നാലോചിക്കുന്നു. ഞാനില്ലെങ്കിൽ ഇത് നടക്കില്ല, അത് നടക്കില്ല എന്ന അനാവശ്യ സങ്കല്പം പോലും ചെയ്യരുത്. ബ്രഹ്മബാബ പോകുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നുവോ, ഞാനില്ലെങ്കിൽ എന്താകും, നടക്കുമോ നടക്കില്ലേ എന്ന്. ഒരു നിർദ്ദേശം നൽകാം എന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകിയോ? തന്റെ സമ്പന്ന സ്ഥിതിയിലൂടെ നിർദ്ദേശം നൽകി, മുഖത്തിലൂടെയല്ല. ഇങ്ങനെ തയ്യാറാണോ? ഓർഡർ ലഭിച്ചു, ഉപേക്ഷിക്കാനുള്ളത് ഉപേക്ഷിച്ചു. ഇളക്കം സംഭവിച്ചോ? ഇങ്ങനെ ചെയ്യണം, ഇതാണ് പറഞ്ഞു തരുന്നത്. ഓർഡർ ഉണ്ടാകും, ചോദിക്കില്ല. തീയതിയും തീരുമാനിച്ചു വെക്കില്ല. പെട്ടെന്ന് ഓർഡർ നൽകും, വരൂ, മതി. ഇവരെയാണ് ഡബിൾ ലൈറ്റ് ഫരിഷ്ത എന്ന് പറയുന്നത്. ഓർഡർ കിട്ടി, പോയി. മരണത്തിന്റെ ഓർഡർ ലഭിച്ചാൽ ഇങ്ങനെ ചിന്തിക്കുമോ? സെന്റർ നോക്കൂ, അലമാരി നോക്കൂ, ജിജ്ഞാസുക്കളെ നോക്കൂ, ഏരിയ നോക്കൂ. ഇപ്പോൾ എന്റെ എന്നതിൽ ഏരിയയുടെ പ്രഭാവം വളരെയുണ്ട്. എന്റെ ഏരിയ. വിശ്വമംഗളക്കാരിക്ക് പരിധിയുള്ള ഏരിയ ഉണ്ടോ? ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. ഇതും ദേഹാഭിമാനമാണ്. ദേഹബോധമെന്നത് പിന്നെയും പുറമേ കാണപ്പെടുന്നതാണ്. എന്നാൽ ദേഹത്തിന്റെ അഭിമാനം വളരെ സൂക്ഷ്മമാണ്. എന്റെ എന്നതിനെ തന്നെയാണ് ദേഹാഭിമാനം എന്ന് പറയുന്നത്. എവിടെ എന്റെ എന്നുണ്ടോ അവിടെ അഹംഭാവം തീർച്ചയായും ഉണ്ടാകും. തന്റെ വിശേഷതകളെ പ്രതിയാണെങ്കിലും എന്റെ വിശേഷതയാണ്, എന്റെ ഗുണം, എന്റെ സേവനം, ഈ എന്റേത് എന്നതെല്ലാം പ്രഭു പ്രസാദമാണ്, എന്റെ അല്ല. പ്രസാദത്തെ എന്റേതെന്ന് വിചാരിക്കുന്നത് ദേഹാഭിമാനമാണ്. ഈ അഹംഭാവം ഉപേക്ഷിക്കൽ തന്നെയാണ് സമ്പന്നമാകൽ. എന്നാൽ ഫരിഷ്ത എന്നാൽ എന്താണ് എന്ന് വർണ്ണിക്കുന്നു. ദേഹാഭിമാനമല്ല, ദേഹബോധമല്ല, എന്റെ എന്ന വിവിധ എന്റേതെന്ന ബന്ധങ്ങളല്ല. ഫരിഷ്ത എന്നാൽ ഈ പരിധിയുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കൽ ആണ്. എങ്കിലിപ്പോൾ എന്ത് തയ്യാറെടുപ്പുകൾ നടത്തും? ബ്രഹ്മബാബയുടെ സ്വരം ശ്രദ്ധയോടെ കേൾക്കൂ. വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, സമാപ്തിയുടെ വാദ്യം മുഴക്കൽ വളരെ സഹജമാണ്. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ മുഴക്കാം. എന്നാൽ ഏറ്റവും കുറഞ്ഞത് സത്യയുഗ ആദ്യത്തിലെ 9 ലക്ഷമെങ്കിലും എവർ റെഡിയാകണ്ടേ. നമ്പർ ക്രമമാണ്. നമ്പർ 1 വളരെ കുറച്ചേ ഉണ്ടാകൂ. ഏകദേശം 108 നമ്പർ 1, 16,000 നമ്പർ 2, 9 ലക്ഷം നമ്പർ 3. ഇത്രയും പേർ തയ്യാറാകണം. രാജധാനിയും തയ്യാറാകണം. ഈ സമയം മായയുടെ സ്വരൂപമായ വ്യർത്ഥവും നെഗറ്റീവും ആയ സങ്കല്പങ്ങൾ ഭൂരിഭാഗം പേരിലും ഉണ്ടെന്ന് ബാബ്ദാദ റിസൾട്ടിൽ കണ്ടു. വിശ്വമംഗളകാരിയുടെ സ്റ്റേജാണ് സദാ പരിധിയില്ലാത്ത മനോഭാവം, ദൃഷ്ടി, പരിധിയില്ലാത്ത സ്ഥിതി. ഏതാത്മാവിനെ പ്രതിയും അല്പം പോലും നെഗറ്റീവ് അല്ലെങ്കിൽ വ്യർത്ഥ ഭാവന മനസ്സിൽ പോലും ഉണ്ടാകരുത്.
നെഗറ്റീവ് കാര്യങ്ങളെ പരിവർത്തനപ്പെടുത്തുക എന്നത് വേറെ കാര്യമാണ്. എന്നാൽ സ്വയം നെഗറ്റീവ് മനോഭാവത്തിലുള്ളവർക്ക് മറ്റുള്ളവരുടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് മാറ്റുക സാധ്യമല്ല. അതിനാൽ ഓരോരുത്തരും തന്റെ മറ്റുള്ളവരെ പ്രതിയുള്ള വൃത്തി, ദൃഷ്ടി സദാ പരിധിയില്ലാത്തതും മംഗളകാരിയും ആണോ എന്ന് സ്വയം സൂക്ഷ്മമായി പരിശോധിക്കണം. മംഗളകാരി ഭാവനയ്ക്ക് പകരം അല്പം പോലും പരിധിയുള്ള ഭാവന, പരിധിയുള്ള സങ്കല്പം, സംസാരം സൂക്ഷ്മത്തിൽ പോലും അടങ്ങിയിട്ടില്ലല്ലോ. സൂക്ഷ്മത്തിലെങ്കിലും അടങ്ങിയിട്ടുള്ളവരുടെ ലക്ഷണമാണ് സമയം വന്നാൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നാൽ അവർ സൂക്ഷ്മമായി സ്ഥൂലത്തിൽ വരുന്നു. സദാ നന്നായിരിക്കും, എന്നാൽ സമയമാകുമ്പോൾ പ്രത്യക്ഷപ്പെടും. ഇങ്ങനെ ചിന്തിക്കും, ഇതിങ്ങനെ തന്നെയാണ്, ഈ കാര്യം തന്നെ ഇങ്ങനെയാണ്, ഈ വ്യക്തി ഇങ്ങനെ തന്നെയാണ്, വ്യക്തി ഇങ്ങനെയാണ്. എന്നാൽ എന്റെ സ്ഥിതി ശുഭഭാവന, പരിധിയില്ലാത്ത ഭാവനയാണോ അതോ അല്ലയോ? തന്റെ തെറ്റിനെ പരിശോധിക്കൂ. മനസ്സിലായോ? കാര്യങ്ങളെ നോക്കരുത്, സ്വയത്തെ നോക്കൂ. 99 തന്റെ ഉള്ളിൽ ഈ ധ്വനി മുഴക്കൂ. ഏതാണോ ബ്രഹ്മബാബയുടെ ചുവട്, അത് ബ്രഹ്മബാബയ്ക്ക് സമാനം എന്റെയും ചുവടാണ്. ബ്രഹ്മബാബയോട് എല്ലാവർക്കും സ്നേഹമില്ലേ? സ്നേഹമുള്ളവരെ തന്നെയല്ലേ പിന്തുടരേണ്ടത്? ബാബയ്ക്ക് സമാനം ആകുക തന്നെ വേണം. ശരിയല്ലേ? 99 എല്ലാവരും തയ്യാറാകുമോ? 1 വർഷമുണ്ട്. ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ചിന്തിക്കരുത്. ഇത് ഉണ്ടാകേണ്ടത് തന്നെയാണ്. ഇങ്ങനെ സംഭവിക്കും എന്ന് ആദ്യമേ അറിയാം. എന്നാൽ ബാബയ്ക്ക് സമാനം ഫരിഷ്ത ആകുക തന്നെ വേണം. മനസ്സിലായോ? ചെയ്യേണ്ടേ? ചെയ്യാൻ സാധിക്കുമോ? 1 വർഷത്തിൽ തയ്യാറാകുമോ അതോ പകുതി വർഷത്തിൽ തയ്യാറാകുമോ? താങ്കളെ സമ്പന്നമാക്കുന്നതിനു വേണ്ടി ബ്രഹ്മബാബയും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. 6 മാസത്തിൽ സമ്പന്നമാകൂ. പോട്ടെ, 6 മാസത്തിൽ വേണ്ട, 1 വർഷത്തിലെങ്കിലും ആകൂ. ചഞ്ചലതയിൽ വരരുത്. ആ ചഞ്ചലം ലക്ഷ്യം ഉപേക്ഷിക്കരുത്. ബാബയ്ക്ക് സമാനം ആകുക തന്നെ വേണം. എന്തു തന്നെ സംഭവിച്ചു കൊള്ളട്ടെ. ചില ബ്രാഹ്മണർ തന്നെ കുലുക്കാൻ നോക്കും. ബ്രാഹ്മണർ തടസ്സമായി മുന്നിൽ വരും. എന്നാലും നമുക്ക് ബാബയ്ക്ക് സമാനം ആകുക തന്നെ വേണം. ഈ നിർദ്ദേശം ഇഷ്ടപ്പെട്ടോ? ബ്രാക്കറ്റിൽ ബാബ് ദാദ എല്ലാവരെ കൊണ്ടും കൈ ഉയർത്തിച്ചു. എല്ലാവരുടെയും ഫോട്ടോയും വീഡിയോയും എടുപ്പിച്ചു. ഈ ഫോട്ടോ എല്ലാവർക്കും അയക്കും. ഇവിടെയുള്ള വീഡിയോയിലെ എന്തെങ്കിലും നഷ്ടപ്പെട്ടേക്കാം, എന്നാൽ വതനത്തിലെ വീഡിയോയിലെ ഒന്നും നഷ്ടപ്പെടില്ല. ശരി, ബാബ പറയുന്നു, 1 സെക്കൻഡിൽ എല്ലാവർക്കും ഇപ്പോൾ വിദേഹിയാകാൻ സാധിക്കുമോ? എങ്കിൽ ഇപ്പോൾ 1 സെക്കൻഡിൽ വിദേഹി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ബാബ് ദാദ ഡ്രിൽ ചെയ്യിപ്പിച്ചു. ശരി, ഇപ്പോൾ ദേഹത്തിൽ വരൂ. ഇപ്പോൾ വീണ്ടും വിദേഹിയാകൂ. ഇപ്രകാരം മുഴുവൻ ദിവസത്തിലും ഇടയ്ക്കിടെ 1 സെക്കൻഡെങ്കിലും ലഭിച്ചാൽ വീണ്ടും വീണ്ടും ഈ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കൂ. ശരി, സർവശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വയ്ക്കുന്ന ആജ്ഞാകാരി കുട്ടികൾക്ക്, സദാ ബ്രഹ്മബാബയ്ക്ക് സമാനം ഫരിഷ്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന സമീപ ആത്മാക്കൾക്ക്, സദാ പ്രകൃതിപതിയായി പ്രകൃതിയുടെ ഓരോ ദൃശ്യവും സാക്ഷിയായി നോക്കിക്കൊണ്ടിരിക്കുന്ന അചഞ്ചലരും ദൃഢതയുമുള്ളവരായ ആത്മാക്കൾക്ക്, സദാ പരിധിയില്ലാത്ത മനോഭാവത്തിലും ദൃഷ്ടിയിലും സ്ഥിതി ചെയ്യുന്ന ഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് ബാബ് ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. പുറത്ത് ദേശവിദേശത്തിൽ ആരെല്ലാമാണോ കേട്ടുകൊണ്ടിരിക്കുന്നത്
ആ കുട്ടികൾക്ക് വിശേഷ സ്നേഹസ്മരണ. വരദാനം: അവിനാശി പ്രാപ്തികളുടെ സ്മൃതിയിലൂടെ തന്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ സന്തോഷത്തിലിരിക്കുന്ന ഇച്ഛാമാത്രം അവിദ്യരായി ഭവിക്കട്ടെ. ആർക്കാണോ അച്ഛൻ തന്നെ ഭാഗ്യവിധാതാവായിട്ടുള്ളത്, അവരുടെ ഭാഗ്യം എന്തായിരിക്കും? ഭാഗ്യം നമ്മളുടെ ജന്മസിദ്ധ അധികാരമാണ് എന്ന സന്തോഷം സദാ ഉണ്ടായിരിക്കും. ആഹാ, എന്റെ ശ്രേഷ്ഠ ഭാഗ്യവും എന്റെ ഭാഗ്യവിധാതാവായ അച്ഛനും എന്ന ഗീതം പാടി സന്തോഷത്തിൽ പറന്നുകൊണ്ടിരിക്കൂ. അനേക ജന്മം കൂടെയുണ്ടാകുന്ന അവിനാശി ഖജനാവാണ് ലഭിച്ചിരിക്കുന്നത്. ആർക്കും തട്ടിയെടുക്കാനോ കൊള്ളയടിക്കാനോ സാധിക്കില്ല. എത്ര വലിയ ഭാഗ്യമാണ്! യാതൊരാഗ്രഹവുമില്ല. മനസ്സിന് സന്തോഷവും ലഭിച്ചു. അതിനാൽ സർവപ്രാപ്തികളും ഉണ്ടായി. അപ്രാപ്തമായി യാതൊരു വസ്തുവും ഇല്ല. അതിനാൽ ഇച്ഛാമാത്രം അവിദ്യ, അതായത് ആഗ്രഹങ്ങൾ എന്താണെന്ന് അറിയാത്ത അവസ്ഥയായി മാറി. സ്ലോഗൻ: വികർമ്മം ചെയ്യുന്ന സമയം കഴിഞ്ഞുപോയി. ഇനി വ്യർത്ഥ സങ്കല്പം, സംസാരം പോലും വളരെയധികം വഞ്ചിക്കുന്നു. സൂചന: ഇന്ന് മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിവസമാണ്. എല്ലാ ബ്രഹ്മവത്സരും സംഘടിത രൂപത്തിൽ വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ വിശേഷിച്ചും തന്റെ നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് പരംധാം വീടിന്റെ അനന്തമായ ശാന്തി, സ്നേഹം അല്ലെങ്കിൽ പവിത്രതയുടെ അനുഭവം ചെയ്യൂ. മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കി ബീജരൂപ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ഓം ശാന്തി.